ഹായ് ഹലോ നമസ്കാരം. ബാലൻ ദ ബോയ്. നിങ്ങൾ ഒരു നല്ല സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഒന്നും നോക്കണ്ട, നേരെ തിയേറ്ററിലേക്ക് വിട്ടോ. കിടിലൻ പടം. കിടിലം എന്ന് വെച്ചാൽ അടിപൊളി പടം. നമ്മൾ ഈ എന്താ പറയുക, ഈ വേൾഡ് ക്ലാസിക് മൂവീസൊക്കെ കാണാറില്ലേ, പഴയ ഓൾഡ് ഇംഗ്ലീഷ് മൂവീസ്, അത് കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂലേ. അതുപോലത്തെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക് ഈ പടം കാണുമ്പോൾ, ഈ പടം കണ്ടു കഴിയുമ്പോൾ കിട്ടുന്നത്. അതെങ്ങനെയാണ് പറഞ്ഞറിയിക്കാമെന്ന് എനിക്കറിയില്ല. ലൈക്ക് എടാ ഇത് ഇപ്പം മഞ്ഞുമൽ ബോയ്സും ഈ പറയുന്ന ബാലനും രണ്ടും രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന പടങ്ങളാണ്. ബട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഇത് ഇപ്പം തന്നെ ഇത് ക്ലാസിക് ആവും. ഇത് കുറച്ച് നാളുകൂടെ കഴിയുമ്പം നമുക്ക് ഒരു ക്ലാസിക് മൂവി എന്ന രീതിയിൽ ആൾക്കാർ ഈ പടത്തിനെ അടിപൊളിയായിട്ട് പുകഴ്ത്തും. നമുക്കൊരു മലയാള സിനിമ എന്ന രീതിയിൽ മറ്റുള്ള ലാംഗ്വേജിലേക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റുന്ന, അത്രയും അഭിമാനത്തോടെ കാണിക്കാൻ പറ്റുന്ന ഒരു കിടിലം പടമാണ് ബാലൻ ദ ബോയ് എന്ന് പറയുമ്പോൾ. ഇതിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും വർക്ക് ചെയ്തിരിക്കുന്ന ഡയറക്ടറാണെങ്കിലും എഡിറ്ററാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ആർട്ടാണെങ്കിലും കാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും എല്ലാം എല്ലാം ഒന്നിനൊന്നും മെച്ചം. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. എനിക്കിപ്പോൾ ഇതിൽ ഓരോരുത്തരുടെ പെർഫോമൻസ് എടുത്ത് പറയാനാണെങ്കിൽ നമുക്ക് ഞാൻ തമിഴ് എല്ലാവരും എടുത്ത് പറയേണ്ടി വരും. കാരണം എവരി വൺ എല്ലാവരും, ഇപ്പം ആ ഒരു കുട്ടി മുതൽ ആ കുട്ടിയുടെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ആ ഒരു പുതുമുഖ നടി, പിന്നെ അതിൽ വല്യമ്മച്ചി വരുന്നുണ്ട്. അയ്യോ എന്ത് രസമാണ് വല്യമ്മച്ചി പുള്ളിക്കാരിയൊക്കെ അഭിനയിക്കുന്നത് അറിയാമോ. അവരുടെ കോംബോ സീൻസൊക്കെ എന്താ അടിപൊളിയാണെന്ന് അറിയാമോ. പിന്നെ ലാൽ ജൂനിയർ, അയ്യോ ലാൽ ജൂനിയറിനെ എനിക്ക് തോന്നുന്നു പുള്ളി ഒരു കിടിലൻ കിടിലൻ ആക്ടറാട്ടോ. പുള്ളിനെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും മലയാള സിനിമയിൽ. ആള് അടിപൊളിയാണ്. പിന്നെ നമ്മുടെ ഇത് സ്പോയിലറല്ല, ഓൾറെഡി ട്രെയിലർ കണ്ടാണ് ടൊവിനോയുടെ കേസ്. ടൊവിനോയുടെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടർ എന്ന് ഞാൻ പറയും. കാരണം പടത്തിൽ അധികം ലെങ്ത് ഒന്നുമില്ല ക്യാരക്ടർ, പക്ഷേ ആളുടെ ക്യാരക്ടറിലെ വൺ ഓഫ് ദ ബെസ്റ്റ്, കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടറാണ് ബാലനിലെ ക്യാരക്ടർ. അത് നിങ്ങൾക്ക് എന്താണെന്ന് പടം കാണാൻ മനസ്സിലാവും. ആളുടെ ആ ഒരു ഫിസിക്കലി ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ അവർ ഡെവലപ്പ് ചെയ്ത രീതിയാണെങ്കിലും ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. ഇവിടെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അതായത് ഇതിനകത്ത് ലൊക്കേഷൻസ് ആണെങ്കിലും പിന്നെ ഇതിനകത്ത് അഭിനയിച്ചവരൊക്കെ ഞാൻ പറഞ്ഞല്ലോ മിക്കവരും പുതിയ ആൾക്കാരുകളാണ്. നമ്മളെ കണ്ട് പരിചയമില്ലാത്ത ഫേസുകളാണ് കൂടുതലും ഇതിലുള്ളത്. അപ്പോൾ മൊത്തത്തിലൊരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും പടം കണ്ടു കഴിയുമ്പോൾ. അതുമാത്രമല്ല ഈ പടം തിയേറ്ററിൽ സിനിമ കഴിഞ്ഞ് സംവിധാനം ചിദംബരം എന്ന് എഴുതി കാണിച്ചപ്പോൾ തിയേറ്ററിൽ ഒരു ക്ലാപ്പായിരുന്നു. എല്ലാവരും കൈയടിച്ച്. അത്രത്തോളം എല്ലാവർക്കും പടം വർക്കായി തിയേറ്ററിൽ. ഇപ്പം ഇതിനകത്ത് ഗണപതി, അതായത് ഇതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടുള്ള ഗണപതി, ആള് അറിഞ്ഞു പണിയെടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഓരോ ആളുകളെയും ഈ ക്യാരക്ടറിനെയും കാസ്റ്റ് ചെയ്യുമ്പോൾ ഡിറ്റോ നമുക്ക് ഇനി ഇവരല്ലാതെ വേറെ ആൾക്കാരെ മനസ്സിൽ ഈ ക്യാരക്ടറായിട്ട് നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റൂല. അതുപോലെയാണ് ഈ ക്യാരക്ടേഴ്സിനെ ചൂസ് ചെയ്തിരിക്കുന്നത്, ആർട്ടിസ്റ്റിനെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ പടം എനിക്ക് തോന്നുന്നു എന്താ പറയുക, ഇത് അടിപൊളിയായിട്ട് കളക്ട് ചെയ്യട്ടെ ബോക്സ് ഓഫീസിൽ. എന്നാലാണ് ഇങ്ങനത്തെ പടങ്ങൾ നമുക്ക് ഇനിയും കിട്ടുള്ളൂ. അങ്ങനെ റൈറ്റർ ജിത്തു മാധവൻ, ഞാൻ ഒരിക്കലും ജിത്തു മാധവൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം ആൾ ആവേശം പോലത്തെ ഒരു പടം ചെയ്യുന്നു. പിന്നെ വന്ന് പൈങ്കിളിയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ സൂര്യയുടെ കൂടെ ഒരു തമിഴ് പടം ചെയ്യാൻ പോകുന്നു. ആളുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ഒരു ബാഹുൽ രമേശ്, നമ്മുടെ ഈ കിഷ്കിന്ദ കാണ്ഡം അതുപോലത്തെ ഒക്കെ ഒരു ടൈപ്പ് മൂഡ് വരുന്നൊരു സ്ക്രിപ്റ്റ്, അതൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് ശരിക്കും ഞെട്ടിച്ചളഞ്ഞു സ്ക്രിപ്റ്റ് വൈസും. ഓൾ ഓവർ ആ പടത്തിൻ്റെ മൂഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന രീതി, സിനിമോഗ്രാഫി ആൻഡ് സുഷിൻ ശ്യാം, എൻ്റെ മോനെ ഓരോ സീനിനെ എലവേറ്റ് ചെയ്യുന്നതിൽ സുഷിൻ ശ്യാം വഹിച്ചിരിക്കുന്ന പങ്കുണ്ട്. അത് അത് എടുത്തു പറയേണ്ട ഒന്നാണ്. നമ്മളെ ആ ഒരു സീനിലേക്ക് കൊണ്ടുപോയി. ലൈക്ക് ചില സീനൊക്കെ നമുക്കൊരു അമ്പ് വന്ന് തോന്നിക്കുന്ന രീതിയിലേക്ക് ആ സീക്വൻസിനെ എലവേറ്റ് ചെയ്യാൻ ആ മ്യൂസിക് അടിപൊളിയായിട്ട് സഹായിച്ചിട്ടുണ്ട് സുഷിൻ ശ്യാമിൻ്റെ. ആൻഡ് ഡയറക്ടർ ചിദംബരം പറയാനില്ല. പുള്ളിയുടെ സിനിമോഗ്രാഫി എന്ത് അടിപൊളിയാണ്. ഇപ്പം ജാനേമൻ, മഞ്ഞുമൽ ബോയ്സ്, ഇപ്പോൾ ബാലൻ ദ ബോയ്, കിട്ടിലൻ ഫിലിമോഗ്രാഫി കേട്ടോ. ഇത് ഇതുപോലെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം തന്നെ ആൾ വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടറാണ് മലയാളം ഇൻഡസ്ട്രിയിലെ. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടറായിട്ട് ആൾക്ക് മാറാൻ പറ്റും. എനിക്കൊന്നും ഇത് കിടിലൻ പടമാണിത്. ഇത് ആൾക്കാർ ഈ പടത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യും. ഓൾ ഓവർ ദ ഇന്ത്യ ഫുള്ളി പറഞ്ഞ പോലെ സിനി ഫൈൽസിൻ്റെ ഇടയിൽ ഈ പടം നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. കിടിലൻ പടമാണ്. എനിക്ക് ഈ പടത്തിനെക്കുറിച്ച് കുറേ പറയണമെന്നുണ്ട്, സ്പോയിലറായി പോവും. അതുകൊണ്ട് അധികം പറയുന്നില്ല. ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഈ പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ഒന്നും നോക്കണ്ട, നേരെ തിയേറ്ററിലേക്ക് കേട്ടോ. ഇത് അടിപൊളി പടമാണ്.